നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ സീരീസ് തസ്കരി ദ സ്മഗ്ലേഴ്സ് വെബ് ട്രെയിലർ പുറത്തിറങ്ങി. ബോളിവുഡ് താരം ഇമ്രാൻ ഹഷ്മി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സീരീസ് രാജ്യാന്തര കള്ളക്കടത്തിന്റെ കാണാപ്പുറങ്ങളെയാണ് ദൃശ്യവൽക്കരിക്കുന്നത്. തന്റെ കരിയറിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം കഥാപാത്രമായാണ് ഇമ്രാൻ ഹഷ്മി ഇതിലെത്തുന്നത്. കസ്റ്റംസ് സൂപ്രണ്ട് അർജുൻ മീണ എന്ന വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. സാധാരണ ആക്ഷൻ ഹീറോ പരിവേഷത്തിനു പകരം അതീവ ശാന്തനും എന്നാൽ ബുദ്ധിമാനുമായ ഒരു ഉദ്യോഗസ്ഥനായാണ് ഇമ്രാൻ പ്രത്യക്ഷപ്പെടുന്നത്. തന്റെ സിഗ്നേച്ചർ റൊമാന്റിക് ശൈലിയിൽ നിന്നും മാറി ഒരു ഫാമിലി ഫ്രണ്ട്ലി ത്രില്ലറിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താരം സന്തോഷം പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ നീരജ് പാണ്ഡെയോടൊപ്പം പ്രവർത്തിക്കുക എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. नीरज जी ने बुलाया था अपने ऑफिस में और मुझे मेरे करियर का सबसे छोटा नरेशन दिया था, जो ऑल ऑफ 3 मिनट का नरेशन था. लेकिन आई थिंक नीरज जी बहुत कॉन्फिडेंट थे. उनको पता था कि अगर ये जो इसमें ज़्यादा एक्सप्लेन करने की ज़रूरत नहीं है. जब कोई आपसे कहे कि ये एक ऐसी दुनिया है जो आपने कभी देखी नहीं है, एयर ट्रैवल में, इंटरनेशनल फ़्लाइट्स, एयर कार्गो में किस तरह हमारे देश में किस तरह तस्करी होती है, किस तरह स्मगल आइटम्स लाए जाते हैं, किस तरह कॉन्ट्रबैंड आता है, you're sold. क्योंकि इससे पहले कस्टम ऑफिसर्स में ना तो कभी कोई फिल्म बनी है, ना कोई शो बना है. एक बहुत नई दुनिया है. बहुत बार हम मिल चुके हैं, बहुत सारी मुलाकातें कुछ फिल्मों की. अनफॉर्चुनेटली वो उस वक्त नहीं हो पाई. बट जैसे कहते हैं बेटर लेट देन नेवर. ये इस किस्मत में ये एक इंटरेस्टिंग शो था. आई एम वेरी हैप्पी कि जिस तरह ये लिखा गया है. എ വെനസ്ഡേ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ സംവിധായകൻ, കുറ്റാന്വേഷണ സിനിമകളുടെ മാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന നീരജ് പാണ്ഡെയാണ് ഈ സീരീസിന്റെ ക്രിയേറ്റർ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ മുംബൈ എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന കസ്റ്റംസ് വിഭാഗത്തിന്റെ സമ്മർദ്ദവും വെല്ലുവിളികളും നിറഞ്ഞ ലോകം തുറന്നു കാട്ടാനാണ് താൻ ആഗ്രഹിച്ചതെന്ന് നീരജ് പാണ്ഡെ പറഞ്ഞു. നീരജ് പാണ്ഡെയുടെ അഭിപ്രായത്തിൽ ഇമ്രാൻ ഹഷ്മിയെ വെച്ച് ഒരു ഫാമിലി ഷോ ചെയ്യുക എന്നത് വെല്ലുവിളിയായിരുന്നുവെന്നും പക്ഷേ അത് ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും പറഞ്ഞു. ശരത് ഖേൽക്കർ, അമൃത ഖാൻവിൽക്കർ, അനുരാഗ് സിൻഹ, നദീഷ് സിംഗ് സന്ധു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. 2026 ജനുവരി 14 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.